Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണം. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ കാണിക്കൂല, അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കാൻ വരുന്നു. കാരണം നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ലവ് മെസ്സേജ് ആണ് എടുത്തിട്ടുള്ളത്. അതെന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഐ വോണ്ട് ടു ഫസ്റ്റ് തന്നെ കോൺവെർസേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. എനിക്ക് നിന്നെ ഫോൺ ചെയ്യണം, എനിക്ക് നിന്റെ മനോഹരമായ ശബ്ദം കേൾക്കണം. ഈ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് ആണ്, ലവ് മെസ്സേജ് ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുമായിട്ട് മനസമാധാനമായിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് കാലമായി, അങ്ങനെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ മനസമാധാനമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ സംസാരിച്ചിട്ടോ നേരിട്ട് സംസാരിച്ചിട്ടോ കുറെ കാലമായി. അപ്പോൾ നേരിട്ട് എനിക്ക് തോന്നുന്നു കാണാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നേരിട്ടെന്തോ വരാൻ ഈ പേഴ്സന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഫോണിൽ കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നും നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് നടന്നു പോയിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പേഴ്സന് പശ്ചാത്താപമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തത് അബദ്ധമായി പോയി, തെറ്റായി പോയി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് പല സാഹചര്യത്തിലൂടെയും പല ചിന്തകളിലൂടെയും ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ്, നിങ്ങളുമായിട്ട് നടന്നു പോയിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളുമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങളുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. തെറ്റായി പോയി, പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പറഞ്ഞ് സമാധാനിപ്പിക്കണം, അങ്ങനെ എല്ലാം തന്നെ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഗിൽറ്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ പശ്ചാത്താപം, നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണെന്നറിയാം, അപ്പൊ അതുകൊണ്ട് പശ്ചാത്താപം. അപ്പോൾ പശ്ചാത്താപം കാരണം ഈ പേഴ്സണ് ഒരു കാര്യവും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും മര്യാദക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ലേഡി വസ്ത്രം തേച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ അയേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ലേഡിയുടെ ചിന്ത എന്ന് പറയുന്നത് ആ കഴിഞ്ഞു പോയ കാര്യത്തിലാണ്. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ
ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പശ്ചാത്താപം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ പേഴ്സൺ ചില ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പേഴ്സൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ പറ്റും, ചില കാര്യങ്ങൾ പറ്റത്തില്ല, അങ്ങനത്തെയൊക്കെ ഒരു ലിമിറ്റേഷൻ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ലിമിറ്റേഷൻ എല്ലാം തന്നെ മറികടന്നുകൊണ്ട് പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പുറകിലേക്ക് പോയിട്ടുണ്ട്. പുറകിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ കാര്യത്തിൽ അത് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ ചട്ടക്കൂട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വീട്ടുകാരായിരിക്കാം ആ ഒരു ചട്ടക്കൂട് പോലെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ മറികടക്കാൻ പറ്റില്ലായിരിക്കാം, അവര് പറയുന്നത് കേൾക്കണോയിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചട്ടക്കൂടിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് ആണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയാ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പേഴ്സന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. അത് ഈ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ഈ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. വേറെ ആരൊക്കെയോ ആണ് ഈ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ ആണ് ഈ പേഴ്സണ് വേണ്ടപ്പെട്ട ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അത്രക്ക് അങ്ങോട്ട് പോരായിരുന്നു. മനസ്സിലായോ? അതാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള ആൾക്കാരെയും ബാലൻസ് ചെയ്യാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വിട്ടുകളയാൻ ഈ വ്യക്തി തയ്യാറല്ല. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉയർത്തി പറയുന്ന അവസ്ഥ, മറ്റുള്ളവരെ ഉയർത്തി പറയുകയും നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യുന്ന അവസ്ഥ, ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പോസിറ്റിവിറ്റി ആണെന്നും നിങ്ങളെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്നും നിങ്ങളുടെ ശാപം ഈ വ്യക്തിയുടെ മേൽക്ക് വരുമോ എന്നുമുള്ള കാര്യത്തിൽ ഈ പേഴ്സണെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും നിങ്ങളുടെ മനസ്സിലെ നന്മ കാരണവും ഈ വ്യക്തി നിങ്ങളെയും കൂടി കൂടെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റീട്രീറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് വേറെ മറ്റുള്ള ആൾക്കാരായിട്ടൊക്കെ ഡിസ്കണക്ഷൻ ചെയ്തിട്ട് നിങ്ങളിലേക്ക് മാത്രമായിട്ട് ചേർന്ന് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പേഴ്സന്റെ ഇത്രയും കാലം മറച്ചു വെച്ചിട്ടുള്ള ഇമോഷൻസ്, ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇതിൽ പലതും ഈ വ്യക്തി മറച്ചു വെച്ചിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. മറച്ചു വെച്ചിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു പോസിറ്റിവിറ്റി, അതായത് ഈ പേഴ്സന്റെ മനസ്സിന്റെ ഉള്ളിൽ വിഷമമാണെങ്കിൽ പുറമേ കാണിക്കുന്നത് ദേഷ്യമായിരിക്കും. ഈ പേഴ്സന്റെ ഉള്ളിൽ സന്തോഷമാണെങ്കിലും ചിലപ്പോൾ പുറമേ സന്തോഷം പ്രകടിപ്പിക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്ന് പ്രകടിപ്പിക്കണം, എല്ലാ സ്വഭാവവും തുറന്ന് പ്രകടിപ്പിക്കണമെന്നും നിങ്ങളുമായിട്ട് ഒരു പേഴ്സണൽ ബോണ്ടിങ്, മാനസികപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ എപ്പോഴും ഒരു സേഫ് പ്ലേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സേഫ് സോൺ, അതായത് അവനവന്റെ സേഫ്റ്റിക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഈ പേഴ്സന്റെ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ആ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ പേഴ്സന്റെ ആ ഒരു യഥാർത്ഥ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇമോഷൻസ് എന്താണോ അത് അങ്ങനെ തന്നെ നിങ്ങളോട് നേരിട്ട് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് ധൈര്യശാലി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പേഴ്സണ് ഭയങ്കര പേടിയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ പാരൻസിനോട് ഈ വ്യക്തിക്ക് അമിതമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് അവരോട് എതിർത്ത് പറയാനായിട്ട്. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേദനിക്കോ, അവരായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കുറച്ച് കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കൂട്ടുകാരെന്ത് തെറ്റ് ചെയ്താലും അത് അംഗീകരിച്ചു കൊടുക്കുക. കാരണം അവരായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ, ഇങ്ങനത്തെയൊക്കെ പേടി. അപ്പോൾ അതെല്ലാം ആ പേടിയുള്ള സിറ്റുവേഷൻസ് എല്ലാം മാറ്റിയെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാറ്റിയെടുക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് മാനസികപരമായിട്ട് നല്ല രീതിയിൽ തന്നെ തൻ്റെ ഇടം വേണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ പേടിച്ചു നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ ഇടം വേണമെന്നുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലയൺ പവറിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളോ മാനിഫെസ്റ്റേഷനോ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. യെസ്, അത് തന്നെ നമ്മൾ പറഞ്ഞു തീർന്നുള്ളൂ. അതേ കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഡിവോഷൻ ആണ്, സ്പിരിച്വൽ പ്രാക്ടീസസ് ആൻഡ് ഇൻഡ്യൂട്ടീവ് ഹിസ്റ്ററിയാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഉറപ്പായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുന്നുണ്ട്. മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കുക, ചിരാത് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, ഇഷ്ട ദൈവത്തെ ഉപാസിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ ഉപാസിക്കുക. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു കാർഡിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തൊക്കെയോ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് മനസ്സിന് സമാധാനം വേണം, തൻ്റെ ഇടം വേണം. ആ ഒരു തൻ്റെ ഇടവും സമാധാനവും ഈ വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈശ്വരാധീനമില്ലാത്ത വ്യക്തിയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയായിട്ടുണ്ടാകാം, ആയിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വിശ്വാസത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിവോഷൻ ആണ് കാണിക്കുന്നത്, പ്രാർത്ഥനയാണ് കേട്ടോ, പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം, പ്രാർത്ഥനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടാണ്. യെസ്, ഫോബിയ, ഓവറോൾ എനർജി, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർകമ്മിങ് ഫിയേഴ്സ് ആണ്. ഫോബിയാസ് എല്ലാം ഈ പേഴ്സണെ വിട്ടു പോവുകയാണ്. അതായത് അനാവശ്യമായിട്ടുള്ള പേടി, ഭയം, ഉത്കണ്ഠകള്, അല്ലെങ്കിൽ നെഗറ്റീവ് സംഭവിക്കുമോ എന്നുള്ള പേടി, നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ എല്ലാം ബ്രേക്കായി പോവുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. കാരണം ഈ പേഴ്സൺ പുതിയൊരു വ്യക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സന്റെ കുറച്ച് അന്ധവിശ്വാസങ്ങളും കുറച്ച് ചട്ടക്കൂടുകൾ ഉണ്ടായിരുന്നു, അതിലായിരുന്നു ഈ പേഴ്സൺ ജീവിച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതി കാണിക്കുന്നുണ്ട്, വിത്തിൻ 3 months ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം നിങ്ങളാണ് കേട്ടോ. ഫുൾ മൂൺ പ്രയർ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ബ്രേക്കപ്പ്, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയവരുണ്ടാകാം. ചർച്ച് കിട്ടിയിട്ടുണ്ട്, ബീച്ച്, ദെൻ ടീച്ചർ, ട്രാവൽ ആൻഡ് സാജിറ്റേറിയസ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.